അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കോഫി കൊക്കോ കേക്കാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഞാനിത് ഓവനിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓവൻ ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് തയ്യാറാക്കി എടുത്താൽ മതി. പിന്നെ ഇന്നലെ ഞാൻ സലു പ്ലസിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേരൊക്കെ കണ്ടു എന്ന് തോന്നുന്നു. കണ്ടതിൽ കുറച്ച് പേര് പറഞ്ഞിരുന്നു വീഡിയോ ക്വാളിറ്റി പോരാന്ന്. ഞങ്ങൾ വീഡിയോ 1080 തന്നെയാണ് ചെയ്തത്. ഇപ്പം യൂട്യൂബിൻ്റെ എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം കാരണമാണ് ക്വാളിറ്റി കുറഞ്ഞു പോയത്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ സലു പ്ലസിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇനിയും ഉണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സലു പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാനിവിടെ 1/2 കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇത്രയും മതിയാകും. ഒരു വലിയ ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 60 ml. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഞാൻ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ഇത് ബീറ്റ് ചെയ്യാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. ഞാൻ ഇതിനു മുൻപുള്ള വീഡിയോയിലെല്ലാം കേക്ക് ഉണ്ടാക്കുന്നതിൽ ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ച് ബീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സലു കിച്ചൻ കേക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ അത് നോക്കി ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം ഞാനിത് ഈ ഇലക്ട്രിക് ബീറ്റർ കൊണ്ടാണ് ഇത് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കോഫി ഇല്ലേ, അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇത്രയും മതിയാകും. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് എടുക്കണം കേട്ടോ. ഞാൻ എപ്പോഴും കുറച്ച് പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇതുപോലെ ഒരു അരിപ്പെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് ഇത്രയും നമ്മൾ അരിച്ചിട്ട ശേഷം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്. ഒരുപാട് നേരം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴേക്ക് അത് സെൻറ്ററിൻ്റെ ഭാഗം താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് നേരം ഇതൊന്ന് മിക്സ് ആയാൽ മതി. ഇത്രയും മതിയാകും. അതായത് ഒരു 2 മിനിറ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പം ബീറ്റർ ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഒരു സ്പാച്ചില കൊണ്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ സമയം ഞാൻ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഓവൻ ഇല്ല എങ്കിൽ ഇത് ഗ്യാസ് സ്റ്റോപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നമുക്കിത് പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. ഈ 2 വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അടിവശത്ത് ഞാൻ ബട്ടർ പേപ്പർ ഇടും. സൈഡിലേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് ഈ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കും. ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇളകി കിട്ടും.
ഇനി ഞാൻ ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചെടുക്കുകയാണ്. ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും മുന്നേ ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓവൻ ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തായിരുന്നു. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 35-40 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 35 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. ഞാൻ 35 മിനിറ്റ് കഴിഞ്ഞ് നോക്കും. പിന്നെ ടൈം വേണമെങ്കിൽ മാത്രമേ ഞാൻ കൂട്ടി കൊടുക്കത്തുള്ളൂ. ഈ കേക്ക് 30 മിനിറ്റ് ആയപ്പോൾ തന്നെ ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പുറത്തേക്ക് എടുത്ത് ഒന്ന് തണുത്തിട്ടുണ്ട്. എപ്പോഴും ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ കൊണ്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഈ സ്ക്യൂർ ക്ലിയർ ആയിട്ട് വന്നാൽ കേക്ക് കറക്റ്റായിട്ട് ബേക്കായി എന്നാണ് ഇതിനർത്ഥം. ഞാൻ ഇത് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റുവാണ്. കണ്ടോ, സൈഡൊന്നും കട്ട് ചെയ്യോ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതേ കേക്ക് ടിൻ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഇതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ കേക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കോഫി കൊക്കോ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനി ഞാൻ ഇതിന് പുറത്തേക്ക് കുറച്ച് ഐസിങ് ഷുഗറും അതുപോലെ തന്നെ ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇതിൽ ഡെക്കറേഷനൊക്കെ വരുത്താം. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കാണിക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കുറച്ച് കളറുള്ള ഷുഗർ ബോൾസ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇന്നലെ ഇവിടെ ട്രിവാൻഡ്രം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് സിറ്റി കാണാനായിട്ട് വന്നതാണ്. ഓൾമോസ്റ്റ് ഞാൻ കാണിച്ച പ്ലേസൊക്കെ നിമിഷ കണ്ടെന്നാണ് പറയുന്നത്. ആ പേര് പറഞ്ഞു കൊടുക്കുക. നിമിഷ എന്നാണ് പേര്. മക്കളുണ്ട്. ഇപ്പം പോവാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പം എക്സ്പ്രസ് അത് പറഞ്ഞില്ലല്ലോ, പിറവത്തുനിന്ന് വന്നതാണ് കേട്ടോ. എറണാകുളം പിറവത്തുനിന്നാണ് നിമിഷ വന്നിരിക്കുന്നത്. അപ്പം ഇവർക്ക് പോകാനുള്ള ടൈമായി. ഇപ്പം നമ്മൾ കാണാതെ വിടുന്നത് ശരിയില്ലല്ലോ. ഞാൻ തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്നാണ് നിമിഷയെ കാണാനായിട്ട്. അപ്പം ഇതാണ് നിമിഷയുടെ ഫാമിലി. ഹസ്ബൻഡ്, മക്കള്, മോൻ തോമാച്ചൻ അല്ലേ, മോൻ തോമാച്ചൻ, മോള് ജെനിയ, പൊന്നൂന്ന് വിളിക്കും. എന്തായാലും ഇത്രയും വന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. കാരണം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പൊ കുറച്ച് സ്ഥലങ്ങളെങ്കിലും കാണാൻ പറ്റിയില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു വ്യൂവറിനെ കണ്ടിട്ട് ഇവിടെ ആര്യനിവാസിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴേക്ക് അടുത്തൊരു വ്യൂവറിനെ കണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം. പേര് പറഞ്ഞില്ല, ഫാത്തിമ പട്ടാമ്പി എന്നാണ് വന്നിരിക്കുന്നത്. ഫാത്തിമയുടെ ഫാമിലി ഒക്കെ ഉണ്ട്. ഇത് ഫാത്തിമയുടെ ഉമ്മ, ഹസ്ബൻഡ്, ഇത് വാപ്പ. അങ്ങോട്ട് പേരെന്താ?